Hey all, this is Tansiha. Welcome to DA Solutions. ലാസ്റ്റ് സെഷനിൽ നമ്മൾ കസ്റ്റമറിനെ എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ സെഷനിൽ വെൻഡർ എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ വെൻഡർ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് അക്കൗണ്ടൻറ്റ് മൊഡ്യൂളിലെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വരിക, ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടതില്ല, അതായത് നമ്മൾ ഇൻകാണ്, ഇൻഡയറക്റ്റ് ഇൻകാണ്. സോ അതർ ഇൻകത്തിൻ്റെ അണ്ടറിൽ ഇപ്പം വെൻഡർ റിട്ടേൺ ബാക്ക് എന്നുള്ള ഒരു ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് നെയിമിലും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു നെയിമിൽ ഈ ലെഡ്ജറിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പെർച്ചേസിൽ നമ്മൾ ബിൽസ് പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ബിൽസും അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യണ ബില്ല് ഏതാണോ ആ ഒരു പെർട്ടിക്കുലർ ബില്ല് ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഡോട്ട്സിൽ, അതായത് മോർ ആക്ഷൻസ് ആണ്, ഇതിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് വെൻഡർ ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ബില്ല് ഇതിൽ മാപ്പ് ആവും. ഇതിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ഐറ്റംസ്, ഇപ്പോൾ നമ്മൾ ആ ഒരു ബില്ലിലുള്ള കംപ്ലീറ്റ് ഐറ്റംസ് നമുക്കിതിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിന് പകരമായിട്ട് നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലെഡ്ജറില്ലേ അത് മാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ എന്താണ് എന്നുള്ളത് നമുക്കൊരു നോട്ട് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട്, വെൻഡർ റിട്ടേൺ ബാക്ക് എന്നുള്ള അക്കൗണ്ട് ചൂസ് ചെയ്യാം. എമൗണ്ട് എത്രയാണ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യാം. സേവ് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ ആ ഒരു ക്രെഡിറ്റ് ഡിഫോൾട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എമൗണ്ട് എത്രയാണ് ക്രെഡിറ്റ് ചെയ്തത് ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസും ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബില്ല് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. 26,000ൻ്റെ ബില്ലായിരുന്നു, 8,000 നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു, ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ക്രെഡിറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ബില്ല് വെൻഡറിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ബില്ല് സെറ്റ് ഓഫ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.